ഒരുപാട് അതിക്രമങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വല്ലാതെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, ഒരു കാലഘട്ടമാണ് ഇത്. ഈ സമയത്ത് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എക്സൽ മീഡിയ ടി വിയിലൂടെ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 1 തിമോത്തിയോസ് 2 അധ്യായത്തിന്റെ 4 വാക്യം വായിക്കുന്നു. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. തിമോത്തിയോസിനോട് തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഈ 2 അധ്യായത്തിൽ എഴുതുകയാണ്, തന്നോട് പറയുകയാണ്. നമുക്കറിയാം, ഈ 2 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കുള്ള നിർദ്ദേശങ്ങൾ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് നൽകുകയാണ്. അവിടെ വായിക്കുന്നത് 1 വാക്യത്തിൽ, എന്നാൽ സകല മനുഷ്യർക്കും നാം സർവ്വസഭയ്ക്കും സർവഭക്തിയോടും ഘനത്തോടും സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. ഈ പ്രബോധനത്തിനൊരു കാരണമുണ്ട്. അന്നത്തെ കാലത്ത് വിശ്വാസികൾ ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഭരണകൂടത്തിന്റെ ആ സമയത്തുണ്ടായിരുന്ന റോമ ചക്രവർത്തിയായ നീറോ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, വിശ്വാസികളെ പെർസിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അധികാരസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞുകൊണ്ട് അതിന്റെ ആവശ്യകത പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ ബോധിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന അതേ പെർസിക്യൂഷൻ ഇന്നത്തെ കാലത്തും നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിശ്വാസികൾക്ക് വിരോധമായി ഒരുപാട് അതിക്രമങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വല്ലാതെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, ഒരു കാലഘട്ടമാണ് ഇത്. ഈ സമയത്ത് ഈ വാക്യങ്ങൾക്ക് വളരെയധികം പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, ഞാൻ ചിന്തിക്കുകയാണ്. കാരണം ദൈവം സകല മനുഷ്യരും, അത് ദൈവസഭയെ ഉപദ്രവിക്കുന്നവരാണെങ്കിലും ദൈവജനത്തെ പേഴ്സിക്യൂട്ട് ചെയ്യുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാൻ ദൈവം ഇച്ഛിക്കുന്നു. ദൈവത്തിന്റെ, അതായത് സത്യത്തിന്റെ പരിജ്ഞാനം, ഏക സത്യ ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവാകുന്ന ആ ഏക രക്ഷകനെ സകല മനുഷ്യരും അറിയണമെന്നുള്ള ആ ഒരു കാര്യം ദൈവത്തിന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ വിസ്തരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ രക്ഷ ക്രിസ്തുവിലൂടെ സകലരും അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. 5 വാക്യത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ്? ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. നോക്കൂ, എന്തുകൊണ്ട് സകല മനുഷ്യരും ഈ രക്ഷ പ്രാപിക്കണം? പലർക്കും യേശു എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യനോ ഗുരുവോ അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനോ ഒക്കെ ആയിരിക്കുമ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷ എന്നുള്ളത് അവർ അറിയണമെന്ന് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ആ പാപത്താൽ വന്ന ആ വലിയ വിടവ് നികത്തുവാൻ കഴിയുന്ന ഏക മധ്യസ്ഥൻ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണെന്ന് സകലരും അറിയണം. ഈ രക്ഷ എല്ലാവർക്കും ഓപ്പണാണ്, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതിനകത്ത് വർഗമെന്നോ വർണ്ണമെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ, താഴ്ന്നവനെന്നോ ഉയർന്നവനെന്നോ വ്യത്യാസമില്ലാതെ സകല മനുഷ്യരും ഈ കർത്താവിന്റെ രക്ഷ അറിയണമെന്ന് എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നു, അല്ലെ? അപ്പം അതിന് ഏക മാർഗം, ഒന്ന്, ഈ രക്ഷയുടെ സുവിശേഷം മറ്റുള്ളവരോട് പറയുക എന്നതോടൊപ്പം തന്നെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും അതിനാവശ്യമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിന് ആഴങ്ങളിൽ ഈ ഒരു ചിന്ത ഉണ്ടാകട്ടെ. സകല മനുഷ്യർക്കുമുള്ളതാണ് രക്ഷ, അല്ലെ? ആ സത്യത്തിന്റെ പരിജ്ഞാനം, അതായത് രക്ഷ ക്രിസ്തുവിലൂടെ എന്നുള്ള ഏക മധ്യസ്ഥൻ ക്രിസ്തു എന്നുള്ള ആ സത്യത്തിന്റെ പരിജ്ഞാനം ജനം തിരിച്ചറിയേണ്ടതിന് നമ്മുടെ ഹൃദയത്തിനകത്ത് ആഴമായ ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ. ഏത് വിധേനയും കർത്താവിനെ കുറിച്ച് ഇവർ തിരിച്ചറിയേണ്ടതിന്, കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഇടിവിൽ നിന്നും പ്രാർത്ഥിക്കുന്നു എന്നുള്ള ആ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട്. ഒരുപക്ഷെ സകല മനുഷ്യരും രക്ഷാപരിജ്ഞാനം പ്രാപിക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ
പിതാവ് ആകർഷിക്കുന്ന എല്ലാവരും രക്ഷയിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് നമുക്ക് പറയുവാനായിട്ട് കഴിയുക. ഒരുപക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ സുവിശേഷത്തെ എതിർക്കുന്നവരും ഏറ്റവും കൂടുതൽ സുവിശേഷ വിരോധികളുമായിരിക്കുന്നവരായിരിക്കാം വരുന്ന ദിവസങ്ങളിൽ, വരുന്ന കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്. അത് പൗലോസ് തന്നെ അതിനൊരു തെളിവാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ എങ്ങനെ പ്രാർത്ഥിക്കാം? ദൈവമേ, ഏത് വിധേനയും അങ്ങയുടെ സുവിശേഷം അത് മറ്റുള്ളവരോട് പറയുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഇവിടെ പൗലോസ് പറയുന്നത് പോലെ അധികാരസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്. അത് നല്ലവരാണെങ്കിലും അതായത് ദൈവത്തിന്റെ വിരോധമായി നിൽക്കുന്നവരാണെങ്കിലും അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്. കാരണം അവരും കർത്താവിനെ അറിയണമെന്ന് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. കാരണം സാവധാനതയുള്ള ഒരു നല്ല ഭക്തിയുള്ള ഏറ്റവും നല്ലൊരു ജീവിതം അവർ നയിക്കണമെങ്കിൽ, സ്വസ്ഥതയുള്ള ഒരു ജീവിതം നയിക്കണമെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ ശക്തി, അതിൻ്റെ അളവ് കൂട്ടിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ ഒരു ചിന്ത എപ്പോഴും ഉണ്ടാകട്ടെ. 4-ാം വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. അവൻ സകല മനുഷ്യരും സുവിശേഷത്തെ വെറുക്കുന്നവരും എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും ആരാണെങ്കിലും സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. മടുപ്പ് കൂടാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മടുപ്പ് കൂടാതെ സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും.